സീസൺ 3 മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. പോളച്ച സ്വാഗതം. മനോജേട്ടാ സ്വാഗതം. സിസ്ലി സ്വാഗതം. ഗുഡ്നസ് ബാൻഡിനെ ഈ ഇരിക്കുന്ന എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു സെലിബ്രിറ്റി, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മറ്റാരുമല്ല, ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ആയിരുന്ന അച്ഛൻ ഇപ്പോ ഗൾഫ് സീറോ മലബാർ വിശ്വാസികളുടെ അപ്പോസ്തോലിക് വിസിറ്റേറ്ററായി റോമിൽ നിന്നും നിയോഗിച്ച ഫാദർ ജോളി വടക്കൻ. അച്ഛാ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് അച്ഛനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. നല്ലൊരു സെമി ക്ലാസിക്കൽ കാറ്റഗറിയിലുള്ള ഒരു ഗാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ക്ഷണിക്കാം ഭവ്യ അജോ. ഹലോ ഭവ്യക്കുട്ടി. ഹലോ. എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. മോൾ ഇന്നിപ്പോ പാടുന്നത് സെമി ക്ലാസിക്കൽ റൗണ്ട് ആണ്. ഓക്കെ ഓക്കെ. എന്താ പാട്ട്? ഏതാ? ആദിനാഥ മനശ്വര ഗീതം. ഇപ്പൊ എത്ര വർഷങ്ങളായിട്ട് ഈ പാട്ട് പാടുന്നുണ്ടാവും? എപ്പോഴും പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല, ബട്ട് കോമ്പറ്റീഷൻ സമയത്ത് ഞാൻ ഒരു 2 years ആയിട്ട് ഈ പാട്ട് പാടുന്നുണ്ട്. 2 years ആയിട്ട് ഇപ്പൊ പലതവണ പാടി പല പ്രൈസുകളും വാങ്ങിയിരിക്കുന്ന ഒരു പാട്ടുമായിട്ടാണ് ഭവ്യ ഇന്നിപ്പോ സെമി ക്ലാസിക്കൽ ഈ ഒരു റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ.
സ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ ഭവ്യ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബ്യൂട്ടിഫുൾ. എന്ത് രസമായിരുന്നു കേൾക്കാനായിട്ട്. എത്ര ഈസി ആയിട്ടാണത് പ്രസന്റ് ചെയ്തത്. കാരണം 2 വർഷമായിട്ട് വ്യത്യസ്തങ്ങളായ പല പല സ്റ്റേജിൽ പോയി പല തരത്തിലുള്ള കോമ്പറ്റീഷനിൽ പോയി പ്രൈസ് വാങ്ങുക. എത്രയോ തവണ അത് പാടിയിരിക്കുന്ന പാട്ടാണ്. അത് ശരിക്കും അറിയാനുണ്ടായിരുന്നു മോൾ ഇന്നിവിടെ ഇത് പ്രസന്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? സന്തോഷമായി രണ്ടുപേർക്കും ഇല്ലേ? അത്ര തൃപ്തിയൊന്നും ആയിട്ടില്ലാത്ത പോലെ ഉണ്ടല്ലോ. ഓക്കെ ആണോ? ഇപ്പോഴാണ് അതിന്റെ ഒരു പെർഫെക്ഷനോട് കൂടി പാരന്റ്സ് കൂടി ഈ പാട്ട് കേൾക്കുന്നത് അല്ലേ? അതിന് നമ്മുടെ ഓർക്കസ്ട്ര ടീമിനാണ് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടത്. ഒരുപാട് താങ്ക് യു. പോളച്ചൻ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സെമി ക്ലാസിക്കൽ ഗാനം? ഭവ്യ വളരെ മനോഹരമായിട്ട് പാടി. ഗ്രേറ്റ് സിംഗിങ്. കൺഗ്രാജുലേഷൻസ്. വളരെ വിശേഷമായിട്ട് പാടി. നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ഗായികയാണ് ഭവ്യ. താങ്ക് യു അച്ഛൻ. അതുപോലെ തന്നെ നല്ല ഇംപ്രസീവ് വോയിസ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആ വോയിസ് കൺട്രോളാണ്. എവിടെ കൊടുക്കേണ്ട സ്ഥലത്ത് അത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്ന ആ ഒരു സെൻസ് വളരെ വലിയൊരു ഗിഫ്റ്റാണ്. താങ്ക് യു. പിന്നെ ഇതിന്റെ രാഗം അറിയാലോ അല്ലേ? ജോഗര. ജോഗ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലൊരു രാഗമാണത്. ട്രഡീഷണല് കാഫി താട്ട് എന്ന് പറഞ്ഞ അവിടെ 10 താട്ടുകളുണ്ട് അവർക്ക്. ഒരു ഗ്രൂപ്പ് ഓഫ് രാഗാസ് എന്ന് പറയും. അതിൽ ഇപ്പോൾ എന്താണ് ബിലാവൽ താട്ടുണ്ട്, കമാച്ച് താട്ടുണ്ട്, അങ്ങനെ പലതും. അപ്പോൾ അതിൽ നമ്മുടെ കരഹരപ്രിയ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് അതിനോട് ചേർന്നിട്ടുള്ള ഒരു താട്ടാണ് കാഫി താട്ട് എന്ന് പറയുന്നത്. അതിലത്തെ ഒരു രാഗമാണ്. 2 ഗാന്ധാരം മാറി മാറി പ്രയോഗിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരി ഭക്തിയും ഒക്കെ ഉളവാക്കാൻ പറ്റുന്ന ഒരു രാഗമാണ്. നല്ല സെലക്ഷനാണ്. ഇത് ആരെ സെലക്ട് ചെയ്ത്? ഞാൻ പറഞ്ഞ പോലെ കോമ്പറ്റീഷനൊക്കെ പാടി ഇതുള്ളത്. അല്ല, അതിനിടെ ആരെ സെലക്ട് ചെയ്തെന്ന് കോമ്പറ്റീഷനും പാടാൻ സെലക്ട് ചെയ്യണല്ലോ. അവരുടെ സപ്പോർട്ടിലാണ് അതൊക്കെ സെലക്ട് ചെയ്തത്. നല്ല സെലക്ഷനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു വിന്നിങ് സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെലക്ഷൻ. ആ സെലക്ഷനിൽ വിജയമുണ്ട് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്ര സ്കോപ്പ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഭവ്യയുടെ ഈ മ്യൂസിക്കൽ കേപ്പബിലിറ്റീസ് നന്നായിട്ട് പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പാട്ടാണ്. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് ഈ സ്വരം പാടിയിരുന്നല്ലോ. ആ സ്വര ആലാപനത്തിൽ ഇവിടെ പലർക്കും എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കുറേശ്ശെ ഒന്ന് കൈവിട്ടു പോകും. അപ്പോൾ ഒരുവിധം വളരെ നന്നായി അത് ഭവ്യ കൈകാര്യം ചെയ്തു. പ്രത്യേക അഭിനന്ദനങ്ങൾ. അത് ടഫാണ് ആ സ്വരങ്ങൾ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് അധികം ശീലമില്ലാത്തതല്ലേ. അപ്പോൾ അത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ ജനറലി സ്പീക്കിംഗ് ഇതൊരു നല്ല ടഫ് സോങ് ആണ്. പ്രത്യേകിച്ച് അവസാനം പഞ്ചമത്തിൽ കൊണ്ടുപോയി ഇങ്ങനെ നിർത്താന്നൊക്കെ പറയുന്നത് വളരെ കൂളായിട്ട് കൊണ്ടുപോയി നിർത്താന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം അത്രയ്ക്ക് വോയിസ് കൺട്രോൾ ഉള്ളവർക്കാണ്. അപ്പം നല്ല ഭാവിയുണ്ട് ഭവ്യക്ക്. മനസ്സിലായോ? അപ്പം നല്ല ഗായികയായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. മനോജ് ചേട്ടാ, ഇത് എന്തോരു പെർഫോമൻസ് ആണത്. വാവ്, വാട്ട് എ പെർഫോമൻസ്. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. ഞങ്ങളൊക്കെ എന്താ പറയുക, ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ കുളിര് കോരിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ളൊരു വമ്പൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അച്ഛൻ പറഞ്ഞ പോലെ നല്ലൊരു സെലക്ഷൻ, നല്ല ഒരു ഭക്തിരസം. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ പ്രൂവ് യുവർ സെൽഫ്. നിങ്ങളുടെ കഴിവുകളൊക്കെ കാണിക്കാൻ പറ്റിയ പാട്ടാണ്. പക്ഷേ ആ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല ടഫായിട്ടുള്ള പാട്ടായിരിക്കാം, പക്ഷെ യു ഡിഡ് യുവർ ബെസ്റ്റ്. പാട്ട് നല്ല പാട്ടാവും, ടഫാകും, പക്ഷെ അത് പാടി പ്രതിഫലിപ്പിക്കണ്ടേ. പക്ഷെ യു സാങ് റിയലി റിയലി വെൽ. ആ ഒരു കാര്യത്തിൽ ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ദ സെലക്ഷൻ ആൻഡ് ഓഫ് കോഴ്സ് ഫോർ ദ റെൻഡിഷൻ. ഇത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്തതിന്.
പിന്നെ മോൾക്കുള്ള ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ റേഞ്ച് ഉണ്ടല്ലോ, അത് ലോ റേഞ്ച് ആണെങ്കിലും ലോ രജിസ്റ്റർ ആണെങ്കിലും ഹൈ രജിസ്റ്റർക്ക് ആണെങ്കിലും വളരെ രസമാണ്. എന്ന് വെച്ചാൽ വോയിസ് ഒന്നും ബ്രേക്ക് ചെയ്യാണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് അത് ബേസിൽ ചിലർക്കൊക്കെ ലോ രജിസ്റ്ററിൽ പോകുമ്പോൾ വീക്കാവും, സൗണ്ട് ചിലപ്പോൾ എത്തില്ല അവിടെയൊക്കെ. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. അതുപോലെ ഹൈ ആണെങ്കിൽ പഞ്ചമത്തിലൊക്കെ കൊണ്ട് നിർത്തുമ്പോഴുള്ള ആ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, ദാറ്റ് വാസ് അമേസിങ്. എനിക്ക് എന്താ പറയുക, അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളിതൊക്കെ ഇങ്ങനെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതായി പോകും. നമ്മളതിങ്ങനെ അതൊക്കെ ഇങ്ങനെ മാറ്റി തരണം ചെയ്ത് നമ്മൾ അതിൻ്റെ ആ ഒരു ഫീലിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഭാവിയിൽ ആരായി തീരാനാണ് മോൾക്ക് ഇഷ്ടം? എനിക്ക് പാട്ട് കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ബിസിനസ് മേഖല ഓക്കെ, ഒരു എന്റർപ്രിനർ ആവാനാണോ ഇഷ്ടം? ഓക്കെ, അതോടൊപ്പം പാട്ടും. ഓക്കെ, എന്തായാലും മോളുടെ ആഗ്രഹം നടക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി. ഭവ്യ, എന്തോ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് പ്രസന്റേഷൻ. മോളെ കാണാൻ നല്ല ഭംഗിയാണ്, പ്രത്യേകിച്ച് സ്ക്രീനിലൊക്കെ നല്ല ശേലായിരിക്കും കാണാനായിട്ട്. അവിടുത്തെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, ദാറ്റ്സ് റിയലി കമൻറ്റബിൾ കേട്ടോ. നല്ല പാട്ട്, അച്ഛൻ പറഞ്ഞ പോലെ മനോജേട്ടനും പറഞ്ഞ പോലെ നല്ല സെലക്ഷൻ ഓഫ് സോങ്. ഒരു പാട്ട് ആദ്യമായിട്ടല്ല പാടുന്നത്, ഈ പാട്ട് നേരത്തെ പാടിയതിൻ്റെ ഒരു കോൺഫിഡൻസ് മോളില് പാട്ടിലും അതുപോലെ മോളുടെ ബോഡി ലാംഗ്വേജിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് കിട്ടി ആ ഒരു പാട്ട് പാടിയപ്പം. ആൻഡ് ബ്യൂട്ടിഫുള്ളി പാട്ട് പാടി. ഇറ്റ്സ് നോട്ട് ഈസി, ഒരു ഈസി സോങ്ങേ അല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമുക്ക് എന്തുകൊണ്ടായിരിക്കും ഇപ്പം സെക്കൻഡ് റൗണ്ടേ നിങ്ങളായിട്ടുള്ളൂ, നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, അപ്പം തന്നെ ഒരു സെമി ക്ലാസിക്കൽ റൗണ്ട്. നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ സെമി ക്ലാസിക്കലിലോട്ട് പോവുക. പക്ഷേ അത് തന്നിട്ടുണ്ടാവുക നിങ്ങൾക്കൊരു വാമപ്പ് പോലെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ വാമപ്പ് ഒന്നും അല്ല കേട്ടോ, നിങ്ങൾ അതൊക്കെ മേലെയാണ് റീച്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് റിയലി നൈസ്. ഈ ജനറേഷൻ്റെ വ്യത്യാസങ്ങളായിരിക്കും. ഇപ്പം ചിത്ര ചേച്ചിനെ ഇങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റേജിലൊക്കെ ഒരുമിച്ച് പാടാൻ പോകുമ്പോഴേ ചിത്ര ചേച്ചി ഇങ്ങനെ വാർമുകിലെ, ഇപ്പം ഈ പാട്ട് പാടിയപ്പോൾ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. വാർമുകിലെ മോള് പാട്ട് കേട്ടിട്ടില്ലേ? ആ പാട്ട് ഈ രാഗത്തിനെ ബേസ് ചെയ്തുള്ള പാട്ടാണ് കേട്ടോ. അപ്പം അതൊക്കെ പാടുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ അടുത്ത് ഞാനിങ്ങനെ കൈ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും. ചേച്ചിയുടെ കയ്യിലൊക്കെ തൊട്ട് ഇങ്ങനെ തണുത്ത് മരച്ചിരിക്കും. അപ്പം നമ്മളോർക്കും ഇത്രയും സ്റ്റേജസ് പാടിയ ഈ വാനമ്പാടിയായ ചേച്ചി എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നതെന്ന്. പക്ഷെ സ്റ്റേജിൽ കയറി കഴിഞ്ഞ് ചേച്ചി പാടുന്ന കേട്ടാ ഈ ചേച്ചി തന്നെയാണോ നമ്മൾ കുറച്ച് മുമ്പ് ബാക്ക് സ്റ്റേജിൽ കണ്ടതെന്ന് നമ്മൾ ഓർത്തു പോകും. അത്രയ്ക്കൊരു പെർഫോമൻസ് ആണ്. പക്ഷേ ആ ഒരു എന്താ പറയുക, ആ ജനറേഷൻ്റെ വ്യത്യാസം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ കോൺഫിഡൻ്റ് ആണ്, അവരുടെ സ്റ്റേജിൽ അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ചെറിയൊരു ഭയം നല്ലതാണ്, മോൾക്കാണെങ്കിലും ഇപ്പോൾ കയറുമ്പോൾ നമുക്ക് കാണാമല്ലോ ചെറിയൊരു ഭയം, അത് നമുക്ക് കുറച്ചും കൂടി ഫോക്കസ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്താണ് നിങ്ങൾ വരുന്നത്. സോ ദാറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇപ്പം മനോജേട്ടനും അച്ഛനും ഒക്കെ പറഞ്ഞ ആ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്, ഒരുപാട് സ്ഥലങ്ങൾ ഗുഡ് 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 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ആ പഞ്ചമത്തിൽ നിർത്തുന്ന ആ സ്ഥലങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. എനിക്ക് എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത് ശ്രുതി നല്ല ലയിച്ചാണ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നിന്നത്. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. തമ്പുരുവിൻ ശ്രുതി പോലെ എന്ന് പാടിയല്ലേ നിർത്തുന്നേ, അത് ആ തമ്പുരുവിൻ്റെ ശ്രുതി മോളുടെ വോയിസ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കണ്ണടച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും അതിലിങ്ങനെ ഇരിക്കാം, അങ്ങനെ തോന്നി കേട്ടോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇനി ഭവ്യ, നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഇല്ലേ, അച്ഛൻ്റെ അടുത്തും കൂടെ ചോദിക്കാം ഭവ്യയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ജോളിയച്ചാ പറയൂ. വെരി ഗുഡ് ഭവ്യ. അച്ഛൻ പറഞ്ഞ പോലെ ഭവ്യക്ക് നല്ലൊരു ഭാവി ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ഭവ്യ തെളിയിച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എ കാം സീ കനോട്ട് പ്രൊഡ്യൂസ് എ ഗുഡ് സെയിലർ. ശാന്തമായ ഒരു കടലിന് വിദഗ്ധനായ ഒരു നാവികനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയില്ല. എൻ്റെ അർത്ഥം, എത്രയൊക്കെ ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ടോ ആ ചലഞ്ചസിനെ നമ്മൾ ഓവർകം ചെയ്യുന്തോറും നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് വർദ്ധിക്കും. എത്ര ആയാസരഹിതമായിട്ടാണ്, എത്ര സുന്ദരമായിട്ടാണ് ഭവ്യ അത് പാടിയത്. ഞങ്ങൾ ലയിച്ചിരുന്നു പോയി. ഞാൻ വലിയ പാട്ടുകാരനല്ലെങ്കിലും പാട്ട് ആസ്വദിക്കാൻ കഴിവുണ്ട്. ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൻ്റെ ഒപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഭവ്യ അതിനോട് ചേർന്ന് നിന്ന് അത് പാടി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു. അഭിനന്ദനങ്ങൾ. എനിക്കൊരു ചെറിയൊരു പെട്ടെന്ന് തോന്നിയത്, ഒരു എന്റർപ്രണർ ആകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു, ഒരു സംരംഭകയാകാനായിട്ട്. ആ ഒരു അതെന്തുകൊണ്ടാണ്? ഫാമിലി അങ്ങനെ വല്ല ഹെറിഡിറ്ററി ഉണ്ടോ? ഇല്ല, രണ്ടുപേരും ഡോക്ടേഴ്സ്. രണ്ടുപേരും ഡോക്ടേഴ്സിന്റെ മകള്
ഒരു ഡോക്ടർ ആകാനായിട്ട് ആഗ്രഹിക്കാതെ നേരെ ഈ ഒരു ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം വല്ലതുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് പണ്ട് തൊട്ടേ ബിസിനസ് വുമണിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. വാവ് വെരി ഗുഡ്. അപ്പൊ നല്ലൊരു ബിസിനസ് വുമൺ ആയിട്ട് മാറട്ടെ. ഒപ്പം ഈ സംഗീതം ഒരു പാഷനാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛാ. താങ്ക് യു. അപ്പോ ഇനി നമുക്ക് വീണ്ടും ജഡ്ജസിലേക്ക് പോവാം. മാർക്ക് ചോദിക്കാം. റെഡി? യെസ്. സിസ്ലി. സോ ഭവ്യ വെൽക്കം ടു ഓൺടർപ്രണർഷിപ്പ്. ഞാനും ഒരു ചെറിയ ഓൺടർപ്രണർ ആണ്. നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ, എല്ലാ പാഷനും നമുക്ക് നടത്തിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അപ്പോൾ വെൽക്കം. ആൻഡ് ഭവ്യയുടെ ഈ പാട്ടിന് 9 out of 10. മനോജ് ചേട്ടാ. ഓർക്കസ്ട്രയ്ക്കും ചേർന്ന് 9 marks. താങ്ക് യു. കോളിച്ചാ. ഇപ്പോൾ ഭവിക്ക് 10 കിട്ടാൻ മാത്രമുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ ഈ കോമ്പറ്റീഷൻ്റെ ഒരു സിസ്റ്റം എല്ലാം മാനിച്ചുകൊണ്ട് 9 മാർക്ക്. താങ്ക് യു അച്ഛാ. 27 on 30. Congratulations. താങ്ക് യു. സന്തോഷായോ നിങ്ങളുണ്ട് എല്ലാവർക്കും? ഓക്കെ മോളെ, അപ്പൊ പോയിട്ട് വരൂ. വീണ്ടും നമുക്ക് കാണാം. ശരി ഭവ്യ, കാണാം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-യിൽ ഇനി മത്സരിക്കാൻ എത്തുന്നു നെവിൻ ചാക്കോ. ഹലോ നെവിൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, സുഖം. എന്താണ് സ്വയം മോന്റെ പാട്ട് ടിവിയിലൂടെ കണ്ടു കഴിഞ്ഞപ്പോ മോന് തോന്നിയത്? ഒത്തിരി കറക്ഷൻസ് ചിലയിടത്ത് വരുത്തേണ്ടതായിട്ട് എനിക്ക് മനസ്സിലായി. പിന്നെ ചിരിച്ചോണ്ട് പാടുന്നൊക്കെ മനസ്സിലായി. അപ്പൊ അതൊന്നും ഇനി ആ മിസ്റ്റേക്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യില്ലല്ലോ ഇല്ല അല്ലേ? കാരണം നിങ്ങൾ പാടിയത് തന്നെ ഇപ്പൊ നമുക്ക് യൂട്യൂബിലും അവൈലബിൾ ആയതുകൊണ്ട് എത്ര തവണ വേണേലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ പ്രസൻസ് കാണാം അല്ലേ? നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പ്രസന്റ് ചെയ്തത്, അത് നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് മോൻ നോക്കിയിട്ടും ഉണ്ടാവണം. അപ്പോ ഇനി ഒരു തെറ്റും ഇനി ഉണ്ടാവില്ല എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നെവിൻ എത്തിപ്പെട്ടിരിക്കുന്നത്. നല്ല മാർക്കും വാങ്ങി വേണം ഇന്ന് ഇവിടുന്ന് പോവാനായിട്ട്. ഓക്കെ. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് നെവിൻ. പാട്ടിന് ശേഷം കാണാം. താങ്ക് യു. മാലാഖമാരുത്തുവാനിൽ വാഴുന്നൊരൽഫോൻസാതന്യേ, മാലാഖമാരുത്തുവാനിൽ വാഴുന്നൊരൽഫോൻസാതന്യേ, നിസ്തുല നിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയ മാണിക്യമുത്തേ, മാലാഖമാരുത്തുവാനിൽ വാഴുന്നൊരൽഫോൻസാതന്യേ. സുരലോകഗോളമേ വരജാല ഭാണ്ഡമേ ക്ലാരസഭാരാമമലരേ, സുരലോകഗോളമേ വരജാല ഭാണ്ഡമേ ക്ലാരസഭാരാമമലരേ, മാനത്തെ വീട്ടിൽ നിന്ന വിരാമമിവരിൽ നീ പരമാരി ചൊരിയേണമമ്മേ, മാനത്തെ വീട്ടിൽ നിന്ന വിരാമമിവരിൽ നീ പരമാരി ചൊരിയേണമമ്മേ. അമ്മേ വണങ്ങുന്നു നിന്നെ, മക്കൾ നമിക്കുന്നു നിന്നെ, അമ്മേ വണങ്ങുന്നു നിന്നെ, മക്കൾ നമിക്കുന്നു നിന്നെ, മാലാഖമാരു
വണങ്ങുന്നൊരൽഫോൻസ ധന്യേ. ഒരു ഹോമബലിയായി സുരദീപശിഖയായി നീ സഹനത്തിൻ ശരശയ്യ തീർത്തു. ഒരു ഹോമബലിയായി സുരദീപശിഖയായി നീ സഹനത്തിൻ ശരശയ്യ തീർത്തു. ഒരു നാളിലഖിലേശൻ നിറമോദവായി പോടെ സ്നേഹയാഗം കൈക്കൊണ്ടു. ഒരു നാളിലഖിലേശൻ നിറമോദവായി പോടെ സ്നേഹയാഗം കൈക്കൊണ്ടു. അമ്മേ വണങ്ങുന്നു നിന്നെ, മക്കൾ നമിക്കുന്നു നിന്നെ. അമ്മേ വണങ്ങുന്നു നിന്നെ, മക്കൾ നമിക്കുന്നു നിന്നെ. മാലാഖമാരുത്തുവാനിൽ വാഴുന്നൊരൽഫോൻസ ധന്യേ. നിസ്തുല നിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയ മാണിക്യമുത്തേ. മാലാഖമാരുത്തുവാനിൽ വാഴുന്നൊരൽഫോൻസ ധന്യേ. നെവിൻ ഈ പാട്ട് തന്നെ പാടണമെന്ന് ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ഉറച്ച ഒരു തീരുമാനം? ഇവരുടെ ആരുടെ ആയിരുന്നു? പപ്പയുടെ മമ്മിയുടെ. ഓക്കെ, എന്നാലും അതിൽ ആരാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നീ ഈ പാട്ട് തന്നെ പാടിയാ മതി, ഇതായിരിക്കും നന്നാവുക എന്ന് പറഞ്ഞത്? രണ്ടുപേരും ഒരേപോലെ തന്നെയാണോ ഡിസൈഡ് ചെയ്തത്? ഒരുപോലെ ഡിസൈഡ് ചെയ്തേ ആണോ? എന്തുകൊണ്ടാ സർ ഈ പാട്ട് തന്നെ അത്ര സ്ട്രോങ് ആയിട്ട് പാടണം എന്ന് പറയാൻ കാരണം? കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധയാണല്ലോ വിശുദ്ധ അൽഫോൻസാമ്മ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. ഓക്കെ, ഇഷ്ടപ്പെട്ടോ എന്നിട്ട് പാട്ട് നന്നായിരിക്കുന്നു തോന്നുന്നു. ഓക്കെ, നമുക്ക് ചോദിക്കാം. സിസ്ലി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? നെവിൻ ചാക്കോ എന്തോ അല്ല ചാക്കോമാഷാണോ അത്? അതെ അതെ. ഓക്കെ, വെരി നൈസ് സെലക്ഷൻ ഓഫ് സോങ് മോനെ. താങ്ക് യു. ഒരു എന്താ പറയാ, നല്ലൊരു മെലഡി, നമുക്ക് ആർക്ക് വേണേലും എപ്പോ വേണേലും പാടാവുന്ന പോലെ നല്ലൊരു ഈണവും നല്ല വരികളും ഒക്കെയാണ് കേട്ടോ. നല്ല സെലക്ഷൻ ഓഫ് സോങ്. മോന്റെ ഈ വോയിസിന്റെ ആ ഒരു ഇത് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നു നെവിന്? സ്ട്രെയിൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ നേരത്തെക്കാളും? അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പാട്ടിലുടനീളം അത് ഫീൽ ചെയ്യുന്നുണ്ട്. ചില റേഞ്ചിലൊക്കെ പാടുമ്പോൾ നല്ല വോയിസ് ഒക്കെ അങ്ങ് ബ്രൈറ്റ് ആയിട്ട് അങ്ങ് വരികയാണ്. സ്പെഷ്യലി ആ സുരലോക ഗോളമേ ആ ലൈനില്ലേ, അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻസ്, അതുപോലെ ചരണത്തിലെ ഫസ്റ്റ് നല്ല ശേലായിരുന്നു കേൾക്കാനായിട്ട് കേട്ടോ. ഈ ചിരി എവിടെ പോയി പാട്ടിന്റെ സമയത്ത്? എന്ത് സീരിയസ് ആയിരുന്നെന്നോ? ഇല്ല ഒരു ചിരിയില്ല. ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആള് ഈ പ്രാവശ്യം ഞാൻ തൊട്ടുമുന്നേ എന്നോട് പറഞ്ഞതാണ്, ഇന്ന് പാടുമ്പോൾ എന്തായാലും, കാരണം അവന് തന്നെ സ്ക്രീനിൽ കാണുമ്പോ ചിരിയേ ഇല്ലെന്ന് സ്വയം ജഡ്ജ് ചെയ്തിട്ട് വന്ന ആളാ. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും ചിരിക്കുന്നു ഉറപ്പിച്ചിട്ട് വന്നിട്ടും ചിരിച്ചിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് അവരോട് ചോദിക്കാം. ചിരിച്ചായിരുന്നോ നെവിൻ? അവൻ ചിരിച്ചില്ല, പക്ഷെ എപ്പോഴും അവൻ പറയുന്ന ചിരിച്ചുകൊണ്ട് പാടുന്ന പോലെ അവൻ ഫീൽ ചെയ്യുന്ന ചിരിക്കുകയാണെന്നാണെന്നാവാം. ഞങ്ങൾ ചോദിച്ചു. ഞാൻ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. അതുപോലെ നെവിൻ, ഞങ്ങൾക്ക് കൂടെ കാണണം. ഞാൻ ഇതാണ്, എന്ത് ബ്യൂട്ടിഫുൾ സ്മൈലാന്ന് നോക്ക്. അപ്പൊ അത് ഞങ്ങൾക്ക് കൂടെ കാണും. ഞാനിനി ഓർത്തെ അൽഫോൻസാമ്മയുടെ പാടുകളും എന്താ പറയാ സഹനങ്ങളൊക്കെ ഓർത്തിട്ട് ഇനി നെവിൻ ആ സങ്കടത്തിലാണോ നിൽക്കുന്നതെന്നും കൂടെ ഒക്കെ ഞാൻ ഓർത്തുപോയി. ഇങ്ങനെ ചിരിച്ചു നിൽക്കണം. അതെന്താണെന്നറിയോ,
ഓരോ പാട്ടിനും ഓരോ ഇമോഷൻസ് ഉണ്ട്. ഈ അൽഫോൻസാമയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കിപ്പോൾ ഭയങ്കര ഉള്ളിൽ സന്തോഷമല്ലേ. അപ്പം ഈ പാട്ട് കൺവേ ചെയ്യുന്ന അതാണ്. അപ്പം മോൻ നല്ല ചിരിച്ച് സന്തോഷിച്ച് പാടുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ സങ്കടത്തോടെ പാടേണ്ട പാട്ടുകൾ സങ്കടത്തോടെ പാടാം. ആ ഓരോ ഇമോഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മുടെ മുഖത്തും കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യണം കേട്ടോ. സ്പെഷ്യലി വിഷ്വൽ മീഡിയ അല്ലേ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ റൗണ്ട്സിലൊക്കെ മോൻ TV കണ്ടോ പാട്ടുകൾ? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നോ? അങ്ങനെ കണ്ടായിരുന്നോ? അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇനി കണ്ണാടിയുടെ മുമ്പിൽ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നിട്ട് മനഃപൂർവ്വം ഒന്ന് ചിരിക്കുന്നതായിട്ട് മോൻ ആർട്ടിഫിഷ്യൽ ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കണം. മോനോട് പറയാനുള്ളത് സസ്റ്റെയിൻസ്, ചില ലൈൻ അങ്ങ് വിടുകയാണ്, അങ്ങനെ പോരാ. നമുക്ക് ഓരോ ലൈനും പാടി അവിടെ നിർത്തി എൻഡിങ് അവിടെ വെച്ചിട്ട് വേണം അടുത്ത ലൈനിലോട്ട് പോകാൻ. അപ്പം അടുത്ത ലൈനിലോട്ട് ഇങ്ങനെ പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുണ്ട്. അപ്പം അത് വരുമ്പോൾ നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതർവൈസ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ, നെവിൻ ഒരു കംബാക്ക് നടത്തിയർക്കാണല്ലോ. കഴിഞ്ഞ തവണയൊക്കെ ശബ്ദത്തിനൊക്കെ ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതൊക്കെ കുറച്ചൊക്കെ മാറി അല്ലേ? വോയിസ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടില്ലേ? ആ ഒരു ബെറ്റർ ആയി എന്നുള്ളത് ഞങ്ങൾക്ക് കൂടെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. വളരെ നന്നായിട്ട് പാടി ഈ പാട്ട് മോൻ. കാരണം ഈ ഒരു സമയത്ത് ഇത് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് അതിങ്ങനെ ബെറ്ററായി വരുന്നൊരു സമയമാണ്. അപ്പം അതിൽ ഏറ്റവും മനോഹരമായൊരു ഗാനമാണ് മോൻ സെലക്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാട്ട് നമുക്ക് എത്ര കേട്ടാലും മതി വരില്ല. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ പാട്ട്. അത് മോനും അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. പിന്നെ ഈ ഡ്രസ്സ് ഇടാനായിട്ടുള്ള എന്തെങ്കിലും കാരണമുണ്ടോ? മുണ്ടും അതും വളരെ ഭംഗിയായിരിക്കുന്നു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ചേട്ടനും അതേ സെയിം. അതെ, ഞാൻ അതാണ് വരുന്നത്. നോക്കുമ്പോ ഞാൻ ഡ്യുവറ്റ് എങ്ങാനും പാടാനാണോ എന്ന് നോക്കി രണ്ടുപേരും ഓരോ ഡ്രസ്സൊക്കെ ഇട്ട്. ചേട്ടൻ പാടുന്നതല്ലേ? ചേട്ടനല്ലേ ട്രെയിൻ ചെയ്യാറൊക്കെ? ഓക്കെ, ഇത്തവണ പാടി കൊടുത്തിരുന്നോ? അവർക്ക് നാട്ടിൽ വന്നപ്പം കുറെ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. ആണല്ലേ? ഓക്കെ. അതെന്തായാലും നന്നായിട്ട് ഏറ്റുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും മോന് വളരെ നല്ല ഒരു ഭക്തിരസം ഈ പാട്ടിന് വേണ്ട ഒരു ഫീല് മോൻ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മോൻ്റെ ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ പാട്ടുകൾ, വളരെ ഈസി ആയിട്ടുള്ള പാട്ടുകൾ കുറച്ചുകൂടെ ഒക്കെ റേഞ്ച് ഉണ്ടല്ലോ, റേഞ്ച് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണത്. അപ്പോൾ മ്യൂസിക് പഠിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? കുറെ കാലമായോ? 3 വർഷമായി. സ്വരസ്ഥാനങ്ങളൊക്കെ കുറച്ചുകൂടെ സ്റ്റഡിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പല റേഞ്ചിലുള്ള സരളവരിശികൾ അതുപോലത്തെ എക്സസൈസുകളുണ്ടല്ലോ, അതൊക്കെ മോൻ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എനിക്ക് ഈ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോൻ്റെ വേർഡ്സ് ആണ്, ക്ലാരിറ്റി ഓഫ് വേർഡ്സ്. അത് ഭയങ്കര രസമായിരുന്നു. ഓരോ വാക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രൊനൗൺസ് ചെയ്തു. ഓക്കെ, കാരണം നമുക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു അൽഫോൻസമ്മ എന്നെ വിശദീകരിക്കുന്ന സമയത്ത് റോമിലി പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ? എനിക്കൊന്ന് സിസ്റ്റേഴ്സൊക്കെ കൂടിയിട്ടൊരു പാട്ട് പാടിയിട്ടുള്ളൊരു ഓർമ്മയാണ് എനിക്കുള്ളത്. ശരിയാണോന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ഓർമ്മ നിൽക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ പാടിയപ്പോൾ ആ ഒരു സമയത്തേക്ക് പോയി. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. പിന്നെ കോറസൊക്കെ വന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങളൊക്കെ ആ ഒരു രസമായിട്ട് വന്നു അതൊക്കെ. അപ്പം എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സൗണ്ടൊക്കെ കുറച്ചുകൂടെ നന്നാക്കി അതിനെ മോൾഡ് ചെയ്ത്, ഈ തങ്കാണ് അപ്പോൾ അതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം, അപ്പോഴാണ് കൂടുതൽ തിളങ്ങുക കേട്ടോ. ഓക്കെ, അങ്ങനെ നല്ലൊരു തിളങ്ങുന്ന ഒരു സ്റ്റാറായിട്ട് മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നെവിൻ വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. പ്രത്യേകിച്ച് പേരൻസ് ഈ ഇതിലൊക്കെ ഇത്രയധികം ഇൻവോൾവ് ചെയ്യണമെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അത് നെവിന് വലിയൊരു ശക്തി തന്നെയായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള എപ്പിസോഡുകളിൽ പേരൻസിനെ ഇൻവോൾവ് ചെയ്യാൻ കാണിക്കുന്ന നമ്മുടെ ഗുഡ്നസ് ചാനലിൻ്റെ അത്തരത്തിലുള്ളൊരു ദർശനം വളരെ നല്ലതാണ് ഇന്നത്തെ സമൂഹത്തിന് എനിക്ക് തോന്നുകയാണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ അതിന്. എന്തായാലും നല്ല ഒരു സിമ്പിൾ മെലഡി ആയിരുന്നു അത്. ആ സിമ്പിൾ മെലഡി വളരെ നന്നായിട്ട് പാടി. പിന്നെ നെവിൻ്റെ പാട്ട് വോയിസ് വളരെയധികം സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സന്തോഷിക്കുക അതിൽ. പക്ഷേ ഇനിയും നമ്മൾ വർക്ക് ചെയ്യണം, കീപ്പ് ഓൺ വർക്കിംഗ്. അതനുസരിച്ചാണ് അതിൻ്റെ റിസൾട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, നല്ലൊരു ഭക്തി ഭാവം
പകരാനായിട്ട് നവീന് കഴിഞ്ഞു ഈ പാട്ടിലൂടെ. ആ നിസ്തുല നിർമ്മല, പിന്നെ ഉച്ചാരണം കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ഭാണ്ഡമേ, അതൊക്കെ പറയുമ്പോൾ പാട്ടിൽ അത്രയും ശക്തി പ്രയോഗിക്കണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ കുറച്ച് ശക്തി പ്രയോഗിച്ചാൽ കുഴപ്പമില്ല. ഒരു മീഡിയം ശക്തി പ്രയോഗിച്ച് അതിന് ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ സഭാരാമ മലരെ, ഭ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഘോഷം ഉള്ള ശബ്ദങ്ങൾ നന്നായിട്ട് തന്നെ ഉച്ചരിച്ച് ശീലിക്കണം. അത് നമ്മൾ കുറച്ച് നമ്മുടെ ഹോംവർക്കായിട്ട് നമ്മളിത് പറഞ്ഞു നോക്കണം. നമ്മൾ അതെങ്ങനെയാണ് ഉച്ചരിക്കണമെന്ന്. അപ്പോൾ നമുക്കിതിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ ആ നേരത്തെ ആലോചിച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വരണം. 10 പ്രാവശ്യം പാടി നോക്കിയാൽ പോലും ചിലപ്പോൾ അത് വരണം എന്നില്ല ഇവിടെ വരുമ്പോൾ, സ്റ്റേജിൽ വരുമ്പോൾ. കാരണം എപ്പോഴും നമുക്ക് ചെറിയൊരു പെർഫോമിങ് ആങ്സൈറ്റി നമ്മുടെ കൂടി ഉണ്ടാവും എത്ര പ്രാക്ടീസ് ചെയ്താലും. അത് നല്ലതാണ് താൻ. അപ്പം അതുകൊണ്ട് ഈ അക്ഷരശുദ്ധി അതിൽ കുറച്ച് ശ്രദ്ധിക്കണത് എല്ലാ പാട്ടുകാർക്കും നല്ലതാണ്. പ്രത്യേകിച്ച് നവീൻ അത് ഇപ്പം തന്നെ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ കുറേയും കൂടി അത് പ്രയോജനപ്രദമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഗായകനായിട്ട് ഉയർന്നു വരട്ടെ. എല്ലാവിധ വിജയങ്ങളും ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ അടുത്ത് ചോദിക്കാം, ജോളി അച്ഛൻ്റെ അടുത്ത്. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു? നെവിൻ വണ്ടർഫുൾ. നെവിന്റെ കോസ്റ്റ്യൂം തന്നെ വളരെ രസമായിരിക്കുന്നു. വളരെ ഭംഗിയായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതി, കേരളീയ ശൈലിയിൽ തന്നെ. അതോടൊപ്പം തന്നെ പാടിയ പാട്ട് അൽഫോൻസമ്മയെ കുറിച്ചുള്ള ഗാനമായിരുന്നു അല്ലേ? എത്ര സുന്ദരമായിരിക്കുന്നു. മാലാഖമാരോടൊത്ത് വാനിൽ അല്ലേ? ജെറി അമൽദേവിന്റെ ഗാനമാണ് പാടിയത്. വളരെ സുന്ദരമായിട്ട് പാടിയിരിക്കുന്നു. ഈ പാട്ട് എല്ലാവർക്കും വളരെ ഫേമസ് ആയുള്ളൊരു പാട്ടായതിന്റെ പേരിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് അത് കണ്ടുപിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഇവർ മാത്രമല്ല, ഓഡിയൻസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമായിരുന്നു. പക്ഷേ അസാധ്യമായിട്ട് പാടി. എല്ലാവിധ അഭിനന്ദനങ്ങളും. തുടർന്നും ഈ ഒരു മേഖലയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നെവിന് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. താങ്ക് യു ഫാദർ. അപ്പം നെവിൻ റെഡിയാണല്ലോ? മാർക്ക് ചോദിക്കാം. റെഡിയാണല്ലോ സർ? റെഡിയാണ്. ചോദിക്കാം. പൊളിച്ച എത്ര മാർക്കാണ്? നെവിന് 8 മാർക്സ്. മനോജ് ചേട്ടാ? 8 മാർക്സ്. സിസ്ലി? 8 out of 10. ഓക്കെ. അപ്പം 24 മാർക്സ് ആണ് 30-ൽ ലഭിച്ചിരിക്കുന്നത്. ഹാപ്പി? ഓക്കെയാണ്. ചേട്ടന് സന്തോഷായോ? ഓക്കെയാണ്. ഓക്കെ. നെവിൻ ഹാപ്പിയാണോ? ഓക്കെ. പക്ഷെ നെവിൻ രണ്ടാമത്തെ റൗണ്ടിൽ ഇവിടെ വന്ന ഓരോ കുട്ടികളും 26, 27, 26.5 ഇങ്ങനെ മാർക്കുകളാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നെവിന്റെ കഴിവിനനുസരിച്ച് നെവിൻ ഇനിയും മാർക്ക് വാങ്ങാവുന്നതാണ്. ഇതിനെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ട് പാടി ഇതിനെക്കാട്ടിലും മാർക്കും വാങ്ങിക്കണം കേട്ടോ. പ്രോമിസ്? ചിരിച്ചോണ്ടും പാടും. ഓക്കെ? അപ്പൊ ശരി, കാണാം. ഈ എപ്പിസോഡിലെ 3ാമത്തെ ഗാനത്തിലേക്ക് നമ്മൾ പോകുന്നു. ക്രിസ്റ്റീന സുജോ, വരുമോളെ. യെസ് ക്രിസ്റ്റീന, ഞങ്ങൾക്ക് ലെൻഡൻ കാറ്റഗറിയിലുള്ള പാട്ടായിരിക്കും മോളിപ്പോ പാടാൻ പോകുന്നത്, ആണോ? അതെ. കാരണം ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ സെമി ക്ലാസിക്കലും സെയിൻസ് കാറ്റഗറിയിലുള്ള പാട്ടും കേട്ടു കഴിഞ്ഞു. ഞാൻ ഇനി 2ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉറപ്പിച്ചിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അക്ഷരശുദ്ധി കുറച്ചുകൂടി ബെറ്റർ ആക്കണം. ശ്രുതി കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. മോളുടെ കുറവുകളെല്ലാം ഈ പ്രാവശ്യം അതെല്ലാം മാറ്റി സൂപ്പറായിട്ട് പാടും അല്ലേ? അതെ. ഓക്കെ മോളെ, അപ്പൊ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ മോൾക്ക് വീണ്ടും കിട്ടിയിരിക്കുന്ന ഈ ഒരു ചാൻസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. ശരി. ചുഴിയിൽ മിഴി തേടി നിൻ രൂപം
മോളെ ഇന്ന് പാടിക്കഴിഞ്ഞപ്പോ എന്താ തോന്നുന്നേ? കുഴപ്പമുണ്ടായിരുന്നില്ല, ആ ചിരി മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പിന്നെയും വന്നോ മിസ്റ്റേക്സ്? ആ അതെല്ലാം പഠിച്ചിട്ടല്ലേ വന്നത്, അതെ. പിന്നെ എങ്ങനെയാ വരണേ? മോൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആവും എന്നുള്ള കാര്യത്തിൽ. ആ കുറവുകളെല്ലാം നികത്തിയിട്ട് വന്നതാണ്. പക്ഷെ പിന്നെ എന്ത് പറ്റി? പ്രാക്ടീസ് നന്നായിട്ടുണ്ടായിരുന്നില്ലേ? പ്രാക്ടീസ് കുറവായിരുന്നു. എന്ത് പറ്റി? 2 ആഴ്ചയായുള്ളൂ ഇത്തിരി സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയിട്ട്. ആഹാ, നിങ്ങൾ പറഞ്ഞാലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ആൾക്ക് കലോത്സവത്തിന്റെയും സ്കൂൾ ആനുവൽ ഡേ, കാറ്റീസ് ആനുവൽ ഡേ, എക്സാം അതിന്റെ ഒക്കെ തിരക്കായിരുന്നു. നമ്മളിങ്ങനെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ 2 ആഴ്ച കുറച്ചായിട്ടുള്ളൂ ആളൊന്ന് ഉഷാറായി ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അയ്യോ, അപ്പൊ ഇപ്പൊ പാടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ മോൾക്ക് തോന്നുന്നുണ്ടോ അയ്യോ കുറച്ചും കൂടെ സമയം കിട്ടി ഞാൻ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്? ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ സമയം നമുക്ക് വിചാരിച്ചാൽ തിരിച്ച് കിട്ടില്ലല്ലോ. ദാ ഇനി ജഡ്ജസിനും കൂടെ എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മനോജ് സാറിന്റെ അടുത്ത് ചോദിക്കട്ടെ ആദ്യം. മനോജ് ചേട്ടാ പറയൂ. ക്രിസ്റ്റീന മോൾ, എന്തോ? ക്രിസ്റ്റീന മോള് ഈ പാട്ട് മമ്മി പറഞ്ഞത് അധികം പ്രാക്ടീസ് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നാണ് അല്ലേ? പക്ഷെ മോളിവിടെ വളരെ ഭംഗിയായിട്ട് പാടിയല്ലോ. താങ്ക് യു. എന്തായാലും മോളുടെ ഒരു എനിക്ക് തോന്നി ഈ പാട്ട് പറയുകയാണെങ്കിൽ ഒരു സിംപ്ലിസിറ്റി അതാണ് ത്രൂ ഔട്ട് ഈ പാട്ടിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെലഡി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡി, അതൊരു വളരെ സിമ്പിളായിട്ട് മോളത് എക്സിക്യൂട്ട് ചെയ്തു. ഞാൻ അങ്ങനെ ലയിച്ച് ഇരിക്കുകയായിരുന്നു. ഈ പറയത്തക്ക മിസ്റ്റേക്കുകൾ എന്ന് പറയാനായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ മോൾക്ക് ആ ഒരു ഫീലൊക്കെ ഈ പാട്ടിന് വേണ്ട ഫീലൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു. ഓക്കെ, ഇത് എന്തിനെ കുറിച്ചിട്ടുള്ള പാട്ടാന്ന് അറിയാമല്ലോ അല്ലേ? പീഡാനുഭവത്തെ കുറിച്ച്. ഓക്കെ, അപ്പൊ മോളിത് പാടുമ്പോ ആ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നോ? ഈശോ കുരിശ് വെച്ച് പോകുന്നതും അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല, നല്ല ഫീൽ കൊടുക്കണമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ അങ്ങനെ ഫീൽ കൊടുത്തു. ആണല്ലേ? പക്ഷെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മോള് കൃത്യം ആ ഒരു ഫേസ് എക്സ്പ്രഷൻസ്, അതൊക്കെ ഒരു ബോഡി ലാംഗ്വേജ്, അതൊക്കെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് മോളത് പാടുണ്ടായിരുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടിയ. സോ നൈസ്. ഇതെങ്ങനെ പാടാൻ സാധിക്കുന്നു ഈ കുറച്ച് പ്രാക്ടീസ് ഒക്കെ വെച്ചിട്ട്? അവൾക്ക് തന്നെ അറിയില്ല. ഇപ്പൊ മനോജ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ കണ്ണിൽ ഫുൾ കൺഫ്യൂഷൻസും സംശയങ്ങളും. ഞാൻ തന്നെയാണ് എത്ര മനോഹരമായിട്ട് പാടിയത്. ഇതെങ്ങനെ സാധിച്ചു എന്നല്ലേ? കാരണം പിച്ചൊക്കെ ഒരു പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ഒരുവിധം എല്ലാ നോട്ടുകളും വെരി ക്ലാരിറ്റി ഓഫ് വേർഡ്സ് ഇതൊക്കെ വളരെ ഭംഗിയായിട്ടായിരുന്നു മോള് ചെയ്യണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു അനുപല്ലവിയിലെ സിയോൻ അവിടുന്ന് അങ്ങോട്ട് യു ടുക്ക് ഓഫ് ഒരു ഭയങ്കര ഭംഗിയായിട്ടാണ് മോള് പാടിയത്. പിന്നെ ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ഇതിൻ്റെ എൻഡിങ് ഒക്കെ ചെറുതായിട്ട് അതൊക്കെ ഒന്നുകൂടെ സസ്റ്റെയിൻ ചെയ്തിട്ടൊക്കെ നിർത്താം. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ കുറെ കൂടെ പ്രാക്ടീസ് ചെയ്ത് എത്ര ഭംഗിയായിട്ട് പാടാൻ പറ്റും അല്ലേ? അപ്പം മോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി കൂടുതൽ സമയം ഇത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് നമ്മുടെ ശബ്ദവും ഈ പാട്ടും അതിൻ്റെ പെർഫെക്ഷനൊക്കെ കൂടുതൽ ഭംഗിയാക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് മോൾ. താങ്ക് യു. പോളിച്ചാ, ക്രിസ്റ്റീന വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. നല്ല മെലോഡിയസ് ആയിട്ടുള്ള വോയിസ് ആണ് ക്രിസ്റ്റീനയുടെ. അതുപോലെ ഇത് നല്ലൊരു ഡിവോഷണൽ മെലഡിയാണ്. നല്ല ഉള്ളിൽ തട്ടുന്ന പോലെയുള്ള ഒരു സിമ്പിൾ മെലഡി. ക്രിസ്റ്റീനയുടെ വോയിസ് അതുപോലെ തന്നെ വളരെ പവർഫുൾ വോയിസാണ്. നല്ല പാടി കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ലയിപ്പിച്ചിരുത്താനായിട്ട്. അപ്പോൾ വളരെ നല്ല വരികൾ ആണ്. ഇത് സെലക്ട് ചെയ്തപ്പോൾ ആരാ? എൻ്റെ പപ്പയാണ് സെലക്ട് ചെയ്തത്. അതിനൊരു പ്രത്യേക വല്ല കാരണം ഉണ്ടായിരുന്നോ? ഇല്ല, ലിറിക്സ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തതാണോ? അല്ല, കെസ്റ്ററിന്റെ പാട്ട് കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതാണ്. അപ്പൊ കുറച്ചും കൂടി പിന്നെ അതില് മുള്ളിൽ കുടുങ്ങി തേങ്ങിക്കരയും ഒരു പാവമാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ശോകമുണ്ടല്ലോ അതില്. ആ ശോകഭാവം ക്രിസ്റ്റീന വളരെ നന്നായിട്ട് പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ പാട്ടിൽ കുറെ അതാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തു. നന്നായിട്ട് പാടി. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇനി ഉയർന്നു പോകാനായിട്ട് ദൈവം സമൃദ്ധമായിട്ട്
ക്രിസ്റ്റീനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. സിസ്ലി. ഹായ് ക്രിസ്റ്റീന. ഹലോ. എനിക്ക് ഇവരെ കാണുമ്പോൾ ഇല്ലേ എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? നമ്മൾ ഈ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് പോകുമ്പം എന്തായാലും ടീച്ചറിൻ്റെ ഇന്ന് കൊട്ട കണക്കിന് കേൾക്കും എന്നോർത്ത് പോയിട്ട് ടീച്ചർ വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു അല്ലേ ആ ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ ഇവരെ കാണുമ്പോൾ കിട്ടുന്നത്. പക്ഷേ മോള് നന്നായി പാടി. എനിക്ക് പിടികിട്ടി എന്താ വെച്ചാൽ ആ സിംഗർ ഒരു ഇന്റർ കണക്ഷൻ ആയിരിക്കും ചിലപ്പം. ഒരു ഡൗട്ട്, അതായത് അടുത്ത ലൈൻ ദൈവമേ അടുത്ത ലൈൻ, അതായത് ഒരു പാട്ടിലോട്ട് ഇങ്ങനെ ഒരു മുഴുവനായിട്ട് ഇമേഴ്സ്ഡ് ആവാതെ എന്താ പറയുക ഒരു ഡൗട്ട്ഫുൾ ആണ്. എപ്പോഴും ഒരു ഇതുണ്ട്, പ്രാക്ടീസ് കുറവിൻ്റെ ഒരു ഇത് കാണിക്കാനുണ്ടായിരുന്നു. പക്ഷേ മോൾ അത് കവറപ്പ് ചെയ്ത് പാടി. അത് ഈ ഏജിലൊക്കെ ഈ പിള്ളേർ ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളൊക്കെ കുറേ പയറ്റി തെളിഞ്ഞ് കുറച്ച് പ്രായമായപ്പോഴിതൊക്കെ മനസ്സിലായത്. പക്ഷെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഈ ടെക്നിക്സൊക്കെ, ആ ഭയം അല്ലെങ്കിൽ ആ ഡൗട്ട് ഇവർക്ക് രണ്ടുപേർക്കും പിടികിട്ടിയില്ല. എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ കണ്ടുപിടിച്ച്. പക്ഷെ നന്നായിട്ട് കവറപ്പ് ചെയ്ത് പാടി. ഒരു ലൈൻ പോലും മറന്നുപോയില്ല, തെറ്റാതെ പാടി. പക്ഷെ പ്രാക്ടീസ് അതുകൊണ്ട് കുറയ്ക്കരുത് കേട്ടോ. ഇപ്പം ഇവർ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രാക്ടീസിനെ എഫക്റ്റ് ചെയ്യരുത്. എനിക്കറിയാം മറ്റ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും എല്ലാ ദിവസവും നമ്മൾ മോള് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ടൈം ഇതിനായിട്ടും കൂടെ മാറ്റി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത റൗണ്ട്സിൽ നന്നായിട്ട് പാടാൻ പറ്റട്ടെ. എനിക്കും തോന്നിയ കാര്യം ആ എൻഡിങ്സ് ആണ്. എല്ലാം ഒരു ഇച്ചിരി വൈബ്രേഷൻ ഉണ്ട്, ഒരു എൻഡിങ്ങിന് ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ഇച്ചിരി ഡൗട്ട്ഫുൾ ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കംപ്ലീഷൻ തോന്നത്തില്ല. അപ്പോൾ മോൾ ആ എൻഡിങ്സ് ഇല്ലേ, മിഴിനീര് തൂകി ഞാൻ, ഒരു പാവമാണേ ഞാൻ, നാവടക്കി, ആ ലൈൻസ് ഒക്കെ ഇല്ലേ, ഇനി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. ഒരു ബ്രെത്ത് ഇല്ലാതെ ഇങ്ങനെ ഒന്ന് ഡൗട്ട്ഫുൾ ആയിട്ട് എൻഡ് ചെയ്യുന്ന പോലെ. അപ്പം എൻഡിങ്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു. താങ്ക് യു. ക്രിസ്റ്റീന, അപ്പൊ നമ്മുടെ ജഡ്ജസ് പറയണതെല്ലാം കേട്ടു അല്ലെ? സന്തോഷായി. ഇനി നമുക്ക് അവിടെ ഇരിക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റിന്റെ അടുത്തും കൂടെ ചോദിക്കട്ടെ? ചോദിക്കാം. യെസ്, എന്നാ ചോദിച്ചോളൂ. ക്രിസ്റ്റീന തന്നെ ചോദിച്ചോളൂ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പാട്ട്? ഓ, ഒന്നും പറയാനില്ല ക്രിസ്റ്റീന, ഇറ്റ് വാസ് വണ്ടർഫുൾ. ഇത് ക്രൂശിൻ നിഴലിൽ അല്ലേ? അതെ. അത് ആരുടെ പാട്ടാണെന്ന് അറിയാമോ? അത് എഴുതിയത് ഫാദർ ഷാജി തുമ്പച്ചിറച്ചന്റെ പാട്ട്. നോമ്പുകാലത്ത് വളരെ കൃത്യമായിട്ട് നമ്മുടെ എല്ലാ പള്ളികളിലും ആലപിക്കാറുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത് അതിവിദഗ്ധമായ രീതിയിൽ തന്നെ ക്രിസ്റ്റീന അത് പാടി. സുന്ദരമായിരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ആ ഒരു അനുഭവം പകർന്നു തരാനായിട്ട് ഈ പാട്ടിലൂടെ ക്രിസ്റ്റീനയ്ക്ക് കഴിഞ്ഞു. ക്രിസ്റ്റീനയ്ക്ക് ഇനിയും ഏറെ ഉയരങ്ങൾ കീഴടക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. താങ്ക് യു ക്രിസ്റ്റീന ഫോർ ദ വണ്ടർഫുൾ സോങ്. താങ്ക് യു ഫാദർ. ഇപ്പോഴാണ് സമാധാനമായത്. വിചാരിക്കാത്ത കമന്റ്സ് ആണ് ജഡ്ജസിൽ നിന്നും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിൽ നിന്നും എല്ലാം കിട്ടിയത്. അപ്പൊ ഇനി മാർക്ക് എന്തായിരിക്കും? എത്ര വിചാരിച്ചു പാടിക്കഴിഞ്ഞപ്പോ? ഒരു 26 മുകളിൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ആഹാ, പാടിയത് അത്ര ശരിയായില്ല എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് പറയുന്നത് 26 മേളിൽ കിട്ടണമെന്നോ? ആള് കൊള്ളാലോ. സിസ്ലി, ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ക്രിസ്റ്റീനയ്ക്ക് ഒരു ചെറിയ ഒരു കോൺഫിഡൻസ് കൂടി ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മോളിൽ തന്നെ ഒരു വിശ്വാസക്കുറവുണ്ട്. അത് പറ്റില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് പാടും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ടാലന്റ് അല്ലേ. അപ്പം ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് 8 മാർക്സ്. താങ്ക് യു. മനോജ് ചേട്ടാ? ക്രിസ്റ്റീന നന്നായിട്ട് പാടി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി കൂടുതൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യില്ലേ? ആ ദിവസം പ്രാക്ടീസ് ചെയ്ത് വോയിസൊക്കെ കറക്റ്റ് ചെയ്ത് നന്നായിട്ട് പാടാൻ ശ്രമിക്കില്ലേ? ശ്രമിക്കാം എന്നല്ല, ശ്രമിക്കും എന്ന് പറയണം. എന്നാലേ ഞാൻ മാർക്ക് കൂടുതൽ തരുള്ളൂ. ശ്രമിക്കും. ഉറപ്പാണോ? ആ ഒരു ശ്രമത്തിന് അഡ്വാൻസ് ആയിട്ട് 8.5. താങ്ക് യു. അച്ഛാ, ക്രിസ്റ്റീനയ്ക്ക് 8 മാർക്സ്. താങ്ക് യു. അപ്പൊ മോള് 26 ആണ് ആഗ്രഹിച്ചത്, പക്ഷെ 24.5 മാർക്സ് 30ൽ കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് മോള് വിചാരിച്ചതിനെക്കാട്ടിലും നല്ലൊരു ഇത് തന്നെയാണ്. കാരണം ഒരു ഡൗട്ട്ഫുൾ സ്റ്റേറ്റിൽ നിന്നാണ് മോള് വന്നതും പാടിയതും എല്ലാം അല്ലേ? അപ്പോൾ ഇനി അമ്മക്ക് പറയണ പോലെ അടുത്ത റൗണ്ടിലേക്കുള്ള പാട്ടുകളിലേക്കൊക്കെ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ മോള് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. ഓക്കെ, ശരി, കാണാം. പോയിട്ട് വരൂ. ഓക്കെ.
അങ്ങനെ ജോളി അച്ഛാ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും അച്ഛൻ ഫുൾ ഇവിടെ ഇരുന്ന് കണ്ടു അല്ലേ? എന്താണ് അച്ഛാ, സന്തോഷായോ? ഹാപ്പിയാണോ? തീർച്ചയായിട്ടും എനിക്ക് ഇതിന്റെ ഫുൾ എപ്പിസോഡ് ഇനിയുള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഫ്ലോറിൽ. ആ സീറ്റും അച്ഛന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. അതെ, തീർച്ചയായിട്ടും സമയം അനുവദിക്കുകയാണെങ്കിൽ വരാൻ സന്തോഷമേ ഉള്ളൂ. ഈ ഒരു ഫ്ലോറിലേക്ക് വരാനും വോയിസ് ഓഫ് ഗുഡ്നെസിന്റെ ഒരു ഭാഗമായി തീരാനും കഴിഞ്ഞതിലുള്ള എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിഷ്യൻസും ഓർക്കസ്ട്ര ടീമും ഒക്കെയുള്ള ഈ ഒരു ഫ്ലോറിൽ ഗുഡ്നെസ് എനിക്ക് ഇങ്ങനൊരു ചെയർ തന്നതിലുള്ള നന്ദിയും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു രമ്യ. അതേപോലെ തന്നെ അച്ഛൻ ഇത്രയും ബിസിയാണ്, ഞങ്ങൾക്കറിയാം. എപ്പോഴും ഇങ്ങനെ ലോകം മുഴുവൻ അച്ഛൻ ഓടി നടക്കുകയാണ്. അതിനിടയിലും അച്ഛൻ ഗുഡ്നെസിന്റെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാനായിട്ട് അച്ഛൻ ഇവിടെ എത്തിയതിൽ ഞങ്ങളും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് സന്തോഷം അച്ഛ. നമ്മൾക്ക് വീണ്ടും കാണണം. തീർച്ചയായിട്ടും. Yes. താങ്ക് യു സോ മച്ച്. അങ്ങനെ മനോഹരമായ മറ്റൊരു എപ്പിസോഡും കൂടി ഇവിടെ തിരശ്ശീല വീണിരിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. Until then, see you. Bye-bye. ഈ മെസ്സേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ഹോൾ സോങ് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു മെസ്സേജ്. നന്നായി പാടി, നല്ല പാട്ടായിരുന്നു. നല്ല ഒരു ഫീൽ ചെയ്തിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ഇതൊരു രാഗമാലിക പോലെയാണ് അല്ലേ? വിൻകുട്ടൻ ഞങ്ങളെ വീണ്ടും ഞെട്ടിച്ചേർക്കാണല്ലോ. വളരെ വളരെ മനോഹരമായിട്ട് പാടി മോനി പാട്ട്. കൺഗ്രാറ്റുലേഷൻസ്. എന്ത് രസമായിരുന്നു അറിയോ കേൾക്കാനായിട്ട്. അങ്ങനെ സൂപ്പർ ആയിട്ട് നല്ലൊരു പാട്ടും നല്ലൊരു എന്താ പറയാ പെർഫോമറും ഒക്കെയാണ് ഏബൽ. ആത്മാവിലലയണിയായി ഇമ്പമൃദു തന്ത്രികളുണരും